ഇത് പിന്നെ 302, 120B, 109 ഒഫൻസിലെ കേസായിരുന്നു. അതിൽ 120Bയും 109ഉം പ്രോസിക്യൂഷൻ തെളിയിക്കാൻ പറ്റിയില്ല. 302ലാണ് ഫൗണ്ട് ഗിൽറ്റി കണ്ടെത്തിയത്. A1 ശരണ്യ, A2 കോടതി വെറുതെ വിട്ടിട്ടാണുള്ളത്. അതിപ്പം കോടതിയുടെ ജഡ്ജ്മെന്റ് കിട്ടി പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഏതൊക്കെ ഗ്രൗണ്ടിലാണ് A2 വിട്ടത് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ശിക്ഷ മറ്റന്നാളെ പ്രഖ്യാപിക്കുള്ളൂ. A2 ഫൗണ്ട് ഗിൽറ്റി ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഈ രണ്ടാം പ്രതിക്കെതിരെ പ്രധാനമായും നമ്മൾ ഉന്നയിച്ച തെളിവ് അല്ലെങ്കിൽ ആ വാദങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. അതായത് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വാദങ്ങളൊന്നും അതായത് ഇത് പൂർണ്ണമായിട്ടും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉള്ള കേസാണ്. സാഹചര്യ തെളിവ് മാത്രമേ, ഒരു ഐ വിറ്റ്നസ് ഇല്ലാത്ത കേസാണ്. അപ്പോൾ ഇത്തരം കേസുകൾ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രോസിക്യൂഷൻ സംബന്ധിച്ചിടത്തോളം വളരെ ദുർഘടമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ദിലീപിന്റെ കേസ് നമ്മൾ കണ്ടതാണ്. അത് പൂർണ്ണമായിട്ടും ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും അതിൽ ചെറിയ ലൂപ്പ് ഹോൾസ് എല്ലാ കേസിനകത്തും ഉണ്ടാവും. അത് മാത്രമേ ഈ കേസിനകത്ത് സംഭവിച്ചു. അല്ല, ഇതിൽ തെളിവുകൾക്ക് അപ്പുറത്തേക്ക് മോറൽ പോലീസിംഗ് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങി എന്നൊരു വിമർശനം. അതെ, ഇവര് തമ്മിൽ ലവ് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടായിരിക്കും കോടതി അത്തരത്തിലുള്ള പരാമർശങ്ങൾ പറഞ്ഞു ഊന്നൽ കൊടുക്കുകയും മറ്റുള്ളതിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തത്. അതെ, അതിപ്പം നമുക്കിപ്പം അതെ ബഹുമാനപ്പെട്ട കോടതിയുടെ ജഡ്ജ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് ഏതൊക്കെ രീതിയിലാണ് പരാമർശം നടത്തിയിട്ടില്ലെന്ന് പറയാൻ വേണ്ടി പറ്റും. അതിപ്പം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ റൂളിംഗ് ഉണ്ട്. അതാണ് സാർ പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ സാർ ഏത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് പറയാൻ പറ്റും. അതിപ്പം ജഡ്ജ്മെന്റ് കിട്ടി പരിശോധിച്ചതിന് ശേഷം അത് പ്രോസിക്യൂഷൻ അതിലൂടെ നടപടി സ്വീകരിക്കും എന്നാണ് പറയാനുള്ളത്. പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് ആവശ്യപ്പെടും. 23 ഓർഡർ എന്ത് തന്നെ പറയും, ജഡ്ജ്മെന്റ് പറയും. രമേശ് 23 പറയും. വക്കീലാണ്. ഈ പറയുന്ന കേസിൽ രണ്ടാം പ്രതിയെ നിരപാധികം വിട്ടയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയോ അല്ലെങ്കിൽ പ്രേരണാക്കുറ്റമോ തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിയായിട്ട് ഒരു വെറും കാമുകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് കണ്ടെത്തിയതെന്നും മറ്റു രീതിയിലുള്ള ക്രിമിനൽ ഗൂഢാലോചന, ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ക്രിമിനൽ ഗൂഢാലോചനയും പോലീസിന് കണ്ടെത്താനായില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ പറഞ്ഞിട്ടുള്ളത് പോലീസ് ഒരു സദാചാര പോലീസിന്റെ രീതിയിലാണ് അന്വേഷണം വരെ നടത്തിയിരുന്നത്. അല്ലാതെ മറ്റു രീതിയിലുള്ള ഈ കൾപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ജഡ്ജിയുടെ കണ്ടെത്തൽ.